അനന്തേട്ടാ, ഇതെന്താണിത്? കൊറോണ ഒക്കെ മാറിയില്ലേ? കോവിഡൊക്കെ പോയി. മാസ്ക് നടന്നാലേ തുമ്മിയും ചുമച്ചു ഊപ്പാട് വരും. അത്ര പൊടിയാണ് ഈ റോഡില്. അത് ശരിയാ, റോഡ് മുഴുവൻ കുഴിച്ചിട്ടേക്കാം, എവിടേക്കും പോകാൻ പറ്റില്ല. ചൂടങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്ന നനഞ്ഞ മണ്ണെല്ലാം അങ്ങ് ഉണങ്ങി, മൊത്തം പൊടി. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ പൊടിക്കകത്ത് മുങ്ങിപ്പോകും, അത്ര സഹിക്കാൻ പറ്റില്ല. നമ്മുടെ ഓഫീസിൽ എല്ലാവർക്കും നല്ല പനിയും. നമ്മുടെ ഓഫീസ് തന്നെ പൊടിക്കകത്ത് മുങ്ങിയാണ്. നമ്മുടെ കാര്യം ഇങ്ങനെയാണെന്ന് വെക്കാം. അപ്പൊ നമ്മുടെ ഈ സ്കൂൾ പിള്ളേരുടെ അവസ്ഥയോ? ആ ഹോളി ഏഞ്ചൽസിന്റെ മുമ്പിലുള്ള കുഴി കണ്ടില്ലേ? ഇവിടുത്തെ ആ സ്കൂള് അതിന്റെ മുന്നിൽ വലിയ ഗർത്തങ്ങളാണ് കുഴിച്ചിട്ടേക്കുന്നത്. അതിനകത്തുനിന്ന് വലിയ പൊടിയാണ് ആ വണ്ടിയൊക്കെ പോകുമ്പോൾ ആ സ്കൂളിലേക്ക് അടിച്ചു കയറുന്നത്. 26-ാം തീയതി പരീക്ഷയാ. പിള്ളേരൊക്കെ എന്ത് ചെയ്യും? പരീക്ഷ SSLC പരീക്ഷ തുടങ്ങാൻ പോകുന്നു, ആനുവൽ പരീക്ഷ തുടങ്ങാൻ പോകുന്നു. ഇനി ആ പിള്ളേരുടെ കാര്യം കഷ്ടമാണ്, കാരണം എല്ലാവർക്കും പനിയാണ്. കുറേ പേര് വരാറില്ല ക്ലാസ്സിൽ. എനിക്കും പനിയും ജലദോഷമൊക്കെ ഉള്ളതാണ്. ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റത്തില്ല. കുറേ ക്ലാസ് മിസ്സായി. ഈ വഴി കൂടെ നടക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ഇടയ്ക്ക് നടന്നത് കാല് മടങ്ങിപ്പോയത്. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് പൊടി അടിക്കുന്നുണ്ട്, ഡസ്റ്റ് അലർജി കൂടുന്നുണ്ട്. ഒരു നിവൃത്തിയില്ല. എക്സാം ഇനിയിപ്പോൾ മാർച്ച് 30-ാം തീയതി വരെ കഴിഞ്ഞാൽ ഈ പണി കഴിയുള്ളൂ എന്ന് പറയുന്നു. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ കാര്യം. വെരി നാരോ റോഡാണ് ഇതെല്ലാം. ഇപ്പോൾ വഴിയുന്ന ഒരു സംഭവം ഇല്ല. വളരെ പാടുപെട്ട കുട്ടികൾ വരെയും പോവുകയൊക്കെ ചെയ്യുന്നു. അസുഖങ്ങളും എല്ലാം വരുവാണ്, വിയർത്ത് ആകെ ബുദ്ധിമുട്ടുമോ കുഞ്ഞുങ്ങളെല്ലാം. ഞാൻ ആ സ്റ്റാച്ചുവിൻ്റെ അവിടെയുള്ള കുറച്ച് വീടുകൾ പോയി നോക്കി. പ്രായമുള്ള ആൾക്കാരാ, ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇനി വീടിൻ്റെ അവിടെ കുറച്ചൊരു വരാന്തയിലൊക്കെ വന്നു നിന്നാലും ഈ അലർജി ഉള്ളത് കൊണ്ട് അവർക്ക് അവിടെ പോലും സ്വന്തം വീടിന് മുമ്പിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സ്റ്റാച്ചു താഴോട്ടുള്ള വഴി, തൈക്കാട്, ഇവിടെയൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. ആ വീട്ടുകാരൊക്കെ കുറേ നാളായിട്ട് ബന്ദികളാണ്. അതിൻ്റെ കൂടെ ഈ ഉണക്കം കൊണ്ട് തുടങ്ങിയപ്പം പൊടിയും കൂടെ അടിച്ചു തുടങ്ങിയപ്പോഴേ ഒരു രക്ഷയില്ല. കാരണം വീട്ടിനകത്ത് നിറച്ച് പൊടി കയറി, അവരുടെ വണ്ടികൾ മൊത്തം പൊടി മൂടി കിടക്കുകയാണ്. പലരും ഈ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഈ ആസ്മ രോഗികൾ. ഇപ്പം ആസ്മ ഇല്ലാത്തവർക്ക് കൂടി ആസ്മ വരുന്ന അവസ്ഥയാണ് ഈ പൊടി കാരണം. ഈ ചുമയും തൊണ്ടവേദനയും എല്ലാം ഒക്കെ ഉണ്ട്. ഈ പൊടിയും അടിച്ച് പിന്നെ എന്തിനു പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റൂല. ഈ ജനാലകളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പൊടിശല്യം തന്നെയാണ്. മാസ്ക് വെച്ചിട്ട് തന്നെയാണ് പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ അലർജിക്ക് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രശ്നങ്ങൾ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. ചവിട്ടാനൊക്കില്ല. വേണ്ട, ഇവിടെ മുഴുക്ക പൊടിയേ ഉള്ളൂ. രാവിലെയും വൈകുന്നേരം വെള്ളം ഓസിട്ടടിച്ച്, അതാണ് ഓസെടുത്തിട്ടേക്കണം. ആ ഓസിട്ടടിച്ച് ഇടയാണ് ചെയ്യണത്. ഒരു രക്ഷയില്ല, പൊടി ഭയങ്കര. കാരണം ഇത് ഈ വേനൽക്കാലം മുഴുവൻ ഈ പൊടി ഉണ്ടാവും. റോഡ് പണി അടുത്ത കാലത്തൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആണെങ്കിൽ ആൾക്കാർക്ക് വലിയ അസുഖങ്ങളൊക്കെ ഇനി വരും. കാരണം ആസ്മയൊന്നും ഇല്ലാത്തവർക്കേ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഒരുപാട് വരും. ഞാൻ നല്ലൊരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, എന്തായാലും ഇനി പുറത്തിറങ്ങുമ്പോൾ മാസ്ക് വേണം. മാസ്ക് ഇട്ടുണ്ടെന്ന് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടാവും. ഷൂട്ടിന് പോകുമ്പോഴും ഇത് മസ്റ്റാണ്. ഓക്കെ, എന്തായാലും തിരുവനന്തപുരം നിവാസികൾക്ക് ഇപ്പം നല്ല കാലമാണ്. പൊടി അടിച്ചടിച്ച് ഒരു വിധമായി. ഈ റോഡും പൊടിയും ഇപ്പോഴൊന്നും അവസാനിക്കാൻ മട്ടില്ല. സജികുമാറിനൊപ്പം അഷ്ലി ജോയ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.